أعوذ بالله من الشيطان الرجيم. تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലെ 60 ആയത്തുകൾ ഇതുവരെയുള്ള നമ്മുടെ വിശദീകരണങ്ങളിലൂടെ കഴിഞ്ഞുപോയിരിക്കുകയാണ്. 61, 62 സൂക്തങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വൈഭവവും അവൻ്റെ ഏറ്റവും വലിയ ഖുദ്റത്തും കഴിവുമെല്ലാം വളരെ കൃത്യമായി അവൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളാണ് ഈ 2 സൂക്തങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവനെക്കുറിച്ച് അത്രയും പറയാൻ വിശാലമായ കഴിവുകളുടെ ഉടമ തന്നെയാണവൻ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജിന്നുകളുടെയും എല്ലാവരുടെയും സർവ ആരാധനകൾക്കും അവൻ മാത്രമാണ് അർഹൻ എന്ന് അല്ലാഹു പറയുമ്പോൾ അതിനുള്ള കാരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനൊരിക്കലും മരണമില്ലാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നിർവഹിച്ചവനാണ് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ആയത്തുകളിലൂടെ കേട്ടുകഴിഞ്ഞു. ഇനിയും ആകാശ ലോകത്ത് അവൻ സംവിധാനങ്ങൾ പ്രത്യേകം ഏർപ്പെടുത്തിയതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇവിടെ രാവും പകലുമൊക്കെ മാറി മാറി വരുന്നതിനെ സംബന്ധിച്ചുമൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഈ 2 സൂക്തങ്ങളിലും ഉള്ളടങ്ങിയിട്ടുള്ളത്. അല്ലാഹു പറയുന്നു, തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജാ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. തബാറക, മേന്മയേറിയവനായിരിക്കുന്നു. ഈ അധ്യായം തുടങ്ങിയത് തന്നെ തബാറക എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൂറത്തുൽ ഫുർഖാൻ, തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാൻ, അൽ ഫുർഖാൻ ആകുന്ന പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചവൻ മേന്മയേറിയവനാകുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തെ സംബന്ധിച്ചാണ്, അത് നമുക്ക് ആ അനുഗ്രഹം ചൊരിഞ്ഞു തന്ന അവൻ്റെ മേന്മയെ ഏറെ നന്മയേറിയവനാണ് എന്ന പരാമർശം കൊണ്ടായിരുന്നു സൂറത്തുൽ ഫുർഖാൻ ആരംഭിച്ചത്. ഈ ആയത്തിലും അങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്. തബാറക, മേന്മയേറിയവനാകുന്നു, നന്മയേറിയവനാകുന്നു. അല്ലദീ, ഒരുവൻ. ആരാണ് ആ ഒരുവൻ? അല്ലാഹു. അവൻ ആരാണ്? ജഅല ഫിസ്സമാഇ ബുറൂജാ. ജഅല, അവൻ ഉണ്ടാക്കിയവനാണ്, നിശ്ചയിച്ചു, ഉണ്ടാക്കി എന്നൊക്കെ അർത്ഥം. ഫിസ്സമാഇ, ആകാശത്തിൽ ഉണ്ടാക്കിയവനാണവൻ. ബുറൂജൻ, ഗ്രഹമണ്ഡലങ്ങളെ. ബുർജ് എന്ന് പറഞ്ഞാൽ കോട്ട, കൊത്തളം, മണിമാളിക, ടവർ, ഇതിനൊക്കെ ഭാഷയിൽ പ്രയോഗിക്കുന്ന പദമാണ് ബുർജ്.
അതിൻ്റെ ബഹുവചന പ്രയോഗമാണ് ബുറൂജ്. അപ്പൊ ആകാശത്തിൽ ബുറൂജുകൾ ഉണ്ടാക്കിയവനാണവൻ. ഗ്രഹമണ്ഡലങ്ങൾ, രാശിമണ്ഡലങ്ങൾ ഉണ്ടാക്കിയവനാണവൻ. അങ്ങനെയുള്ളവൻ നന്മയേറിയവനാകുന്നു. തീർന്നില്ല, വജഅല ഫീഹ, അതിൽ അവൻ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. സിറാജൻ, ഒരു ദീപം, ഒരു വിളക്ക് ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. സിറാജ്, ദീപം അല്ലെങ്കിൽ വിളക്ക് എന്നൊക്കെ പറയാം. അതിന്റെ ബഹുവചനം സുറുജുൻ എന്നാണ്. സുറുജ്. വഖമറം മുനീറ, വഖമറം മുനീറ, പ്രകാശം നൽകുന്ന ഒരു ചന്ദ്രനും അവൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഖമർ, ചന്ദ്രൻ. മുനീർ, പ്രകാശം നൽകുന്ന, വെളിച്ചം നൽകുന്ന. ഇതാണ് ഈ ഒരു സൂക്തത്തിൽ അല്ലാഹു തആല അവന്റെ മഹത്വത്തിന് തെളിവായി തന്നെ അവൻ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു മേന്മയേറിയവനാണ്, നന്മയേറിയവനാണ് അല്ലാഹു. അവൻ ആകാശലോകത്ത് ഗ്രഹമണ്ഡലങ്ങൾ സ്ഥാപിച്ചവനാണ്. പരിശുദ്ധ ഖുർആനിൽ വേറെയും സ്ഥലങ്ങളിൽ ഈ ബുറൂജ് സ്ഥാപിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അല്ലാഹു പറയുന്നു, സൂറത്തുൽ ഹിജ്റിലെ 16-ാമത്തെ ആയത്തിൽ കാണാം, വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജാ വസയ്യന്നാഹാ ലിന്നാളിരീൻ. വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജാ, ആകാശത്തിൽ നാം ബുറൂജുകളെ ഏർപ്പെടുത്തിയിരിക്കുന്നു. സൂറത്ത് ഹിജ്റിലും ഇതേ കാര്യം അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്, 16-ാമത്തെ സൂക്തം. വസയ്യന്നാഹ, അവയെ നാം അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നു. ലിന്നാളിരീന, നോക്കുന്നയാളുകൾക്ക് വേണ്ടി, കാഴ്ചക്കാർക്ക്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാം മനപ്പാടമുള്ള സൂറത്തുൽ ബുറൂജ്, ആ പേരിൽ തന്നെ ഒരു അധ്യായം. തുടക്കം തന്നെയും വസ്സമാഇ ദാതിൽ ബുറൂജ്, ബുറൂജുകളുള്ള ആകാശത്തെ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു പറയുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ അതിൻ്റെ ഭ്രമണ മാർഗത്തിൽ പ്രത്യേകമായി അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. സൂര്യൻ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഈ ബുറൂജ് കൊണ്ട് ഉദ്ദേശം എന്താണ്? ചില മുഫസ്സിരീങ്ങൾ അത് നക്ഷത്രങ്ങളാണ്, കവാക്കിബുകളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങളെ സംവിധാനിച്ചവനാണ്. എന്നാൽ മറ്റു ചിലർ ആ നക്ഷത്രങ്ങളടക്കമുള്ള സൂര്യചന്ദ്ര നക്ഷത്രാദികളടക്കം അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രത്യേകമായ സഞ്ചാര പദങ്ങൾ, രാശിമണ്ഡലങ്ങൾ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വ്യാഖ്യാനിച്ചവരും ഉണ്ട്. സൂര്യൻ അതിൻ്റെ പ്രത്യേകമായ ചില ഗ്രഹമണ്ഡലങ്ങളിലൂടെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ രാശിമണ്ഡലങ്ങളിലൂടെ അത് കടന്നു പോകുന്നുണ്ട് എല്ലാ ദിവസവും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സമൂഹത്തിൽ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഇങ്ങനെയുള്ള പ്രത്യേകം 12 രാശിമണ്ഡലങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പലരും പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഓരോ പ്രദേശങ്ങളിലും പല പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. അറബി ഭാഷയിൽ നമുക്ക് 12 രാശികളെ സംബന്ധിച്ചുള്ള പ്രയോഗങ്ങൾ കാണുവാൻ സാധിക്കും. അതും ഓരോ നാടുകളിലെത്തുമ്പോൾ ആ നാടുകളുടെ ഭാഷക്കനുസരിച്ച് അവയ്ക്കുള്ള വ്യത്യാസങ്ങൾ നമുക്ക് സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മലയാള പഞ്ചാംഗങ്ങളിൽ, കലണ്ടറുകളിലൊക്കെ കാണുന്ന അത്തരത്തിലുള്ള പ്രത്യേകമായ 12 എണ്ണിയിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും, ഓരോ മാസങ്ങളായി തന്നെ. ഒന്ന് ഹംല്, അറബിയിൽ പറയുന്ന ഹംല്, അത് മേടം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സൗറ്, ഇടവം. അതുപോലെ ജൗസാ, മിഥുനം.
സർത്താൻ കർക്കിടകം, അസദ് ചിങ്ങം, സുംബുലത്ത് കന്നി, മീസാൻ തുലാം, അഖ്റബ് വൃശ്ചികം, ഖൗസ് ധനു, ജദിയ് മകരം, ദൽവ് കുംഭം, ഹൂത്ത് മീനം. നമ്മുടെ നാട്ടിൽ നമ്മൾ ധാരാളം കേൾക്കുന്ന പ്രയോഗമാണ് കുംഭമാസം, മീനമാസം, അതുപോലെ തന്നെ മേടം, ഇടവം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്നൊക്കെ. ഇതൊക്കെ അറബിയിൽ പയ്യാനി പറഞ്ഞതുപോലെ ഹംല്, സൗറ്, ജൗസ, സർത്താന് പോലെ 10-12 രാശിമണ്ഡലങ്ങൾ അവയ്ക്കുള്ള മലയാള പരിഭാഷകളായി അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ അറിയപ്പെടുന്ന പേരുകളായിട്ടുള്ളവ അതാണ്. അതൊക്കെ അതിന് നിശ്ചയിക്കപ്പെട്ട ആ രൂപത്തിലുള്ള കാര്യങ്ങൾ അത് അതിൻ്റെതായ മുറപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ ആകാശലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ അവൻ ഏർപ്പെടുത്തി. സൂര്യനും ചന്ദ്രനും അതുപോലെ തന്നെ നക്ഷത്രങ്ങളും അവക്കൊക്കെ കൃത്യമായി കടന്നു പോകുവാനുള്ള വഴികളും ആ നിലക്കുള്ള രാശിമണ്ഡലങ്ങളും അതൊക്കെ കൃത്യമായി നിർണയിച്ച് അവക്കൊക്കെ അവൻ്റെതായ സൃഷ്ടിപ്പിലുള്ള ഓരോ ഹിക്മത്തുകൾ എന്താണെന്ന് അവന് മാത്രമേ അറിയുകയുള്ളൂ. കൃത്യമായ നിലക്ക് യാതൊരു ഭംഗവും വരാതെ എല്ലാം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിൽ ആകാശലോകത്ത് അത്തരത്തിലുള്ള ഗ്രഹമണ്ഡലങ്ങളും രാശിമണ്ഡലങ്ങളുമൊക്കെ ഉണ്ടാക്കിയവൻ, അതൊക്കെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ അവന് കൃത്യമായ ചില യുക്തികളുണ്ട്, ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയവനാണവൻ. അങ്ങനെയുള്ളവൻ നന്മയേറിയവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ രൂപത്തിലുള്ള സംവിധാനങ്ങളാണിതൊക്കെ. എന്നാൽ ഇവിടെ സാന്ദർഭികമായി ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ഈ രാശി മണ്ഡലങ്ങളുടെ കണക്ക് വെച്ചുകൊണ്ട് രാശി നോക്കുന്നൊരു സമ്പ്രദായം നമ്മുടെയൊക്കെ നാടുകളിൽ മറ്റു ചില മതവിഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ ജ്യോത്സ്യന്മാരും അതുപോലെ തന്നെ കണിയാന്മാരും കണക്കന്മാരും എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾ മനുഷ്യരുടെ ജാതകം നോക്കുക എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. അവരുടെ വിശ്വാസമനുസരിച്ച് ഒരു മനുഷ്യന്റെ ജന്മത്തിന് അവൻ ജനിച്ചത് ഏത് സമയത്താണ്, ആ സമയത്ത് സൂര്യൻ ഈ രാശിമണ്ഡലങ്ങളിൽ ഏതിലായിരുന്നു, അതിൽ തന്നെ പല നക്ഷത്രങ്ങളുടെ പ്രത്യേക പേരുകളും അവർ പറയാറുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക, അതുപോലെ തന്നെ പല വിധത്തിലുള്ള പേരുകൾ. ഈ രൂപത്തിലുള്ള കുറെ നക്ഷത്രങ്ങൾ, പൂയം, അതുപോലെ തന്നെ ഉത്രാടം, മകം, പൂരാടം തുടങ്ങിയിട്ടുള്ള കുറെ പേരുകൾ നമ്മുടെ നാടുകളിലൊക്കെ അത്തരത്തിലുള്ള ആളുകൾ പറയുന്നതായും മലയാള കലണ്ടറുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ രൂപത്തിലുള്ള ചില നാളുകളും രാശികളുമൊക്കെ കണക്ക് കൂട്ടിയിട്ട് അവയെയൊക്കെ മനുഷ്യരുടെ സൗഭാഗ്യത്തിന്റെയും ദൗർഭാഗ്യത്തിന്റെയും മാനദണ്ഡവും കാരണങ്ങളുമൊക്കെയാക്കി കാണുന്ന ചില പ്രവണത മറ്റു വിശ്വാസങ്ങളിൽ ഉണ്ട്. അത് നമ്മുടെ നാടുകളിലൊക്കെ ആളുകൾ അത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരും കണിയാന്മാരും അവർ കവടി നിരത്തിയിട്ടും കളം വരച്ചിട്ടും അതുപോലെ തന്നെ രാശിചക്രം നോക്കിയിട്ടുമൊക്കെ മനുഷ്യരുടെ ജാതകം നോക്കുകയാണ്. ജനിച്ചപ്പോഴുള്ള അവന്റെ അവസ്ഥ എന്ത്, ഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ഇന്നത്തെ ദിവസം എനിക്കെങ്ങനെയാണ്, ഇന്നത്തെ ദിവസം എനിക്കെങ്ങനെ, നിങ്ങൾക്കെങ്ങനെ എന്നിങ്ങനെ നിങ്ങളുടെ ഈ ആഴ്ച അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീഡിയകൾ അതിന് വൻ കവറേജാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പല പത്രങ്ങളിലും ഇന്നിപ്പോൾ ഓൺലൈൻ കാലഘട്ടമായപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ധാരാളക്കണക്കിന് സൈറ്റുകൾ തന്നെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം പ്രചരിപ്പിക്കുവാൻ വേണ്ടി സമൂഹത്തിൽ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു രൂപത്തിലുള്ള, അതായത് ഇന്ന സമയത്ത് ജനിച്ചവൻ, ഇന്ന ദിനം ജനിച്ചവൻ, ഇന്ന രൂപത്തിലുള്ള പ്രത്യേക രാശിയിൽ ഇന്ന നക്ഷത്രം ഉദിച്ച നേരത്ത് ജനിച്ചവൻ, അവരുടെയൊക്കെ കാര്യങ്ങളെ സംബന്ധിച്ച് അവൻ ദൗർഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, കച്ചവടത്തിൽ ലാഭം കിട്ടുമോ നഷ്ടം കിട്ടുമോ, അപകടം പറ്റുമോ, സമ്പത്ത് കൈവരുമോ സമ്പത്ത് നശിക്കുമോ, സന്താനങ്ങൾ ഉണ്ടാകുമോ, സന്താനഭാഗ്യം ഉണ്ടാകുമോ, വിവാഹഭാഗ്യം ഉണ്ടാകുമോ തുടങ്ങി 100 കൂട്ടം കാര്യങ്ങളാണ് രാശി നോക്കിയിട്ടും കവടി നിരത്തിയിട്ടുമൊക്കെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസികൾ സമൂഹത്തിന്റെ മുമ്പാകെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അത് അത്തരത്തിലുള്ള ആളുകളുടെ വിശ്വാസം അതവിടെ നിൽക്കട്ടെ. പക്ഷേ
ആ വിശ്വാസം ഈ സമൂഹത്തിലേക്ക്, മുസ്ലിം ഉമ്മത്തിലേക്കും കയറിക്കൂടിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. പല അറബി പേരുകളും നൽകിക്കൊണ്ടും അവക്കൊക്കെ ഒരു ഇസ്ലാമികമായ മാനം ചാർത്തിക്കൊണ്ടും ഈ രൂപത്തിൽ മറ്റു മതസമൂഹങ്ങളിൽ കാണുന്ന അത്തരത്തിലുള്ള മുഹൂർത്തം നോക്കലും ജാതകം നോക്കലുമൊക്കെ ഇസ്ലാമികമായിട്ട് അതിനെ ന്യായീകരിക്കുവാൻ തക്ക ചില ആളുകൾ നിന്ന് രംഗത്ത് വന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ കാണേണ്ടത്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. ഈ പുസ്തകം അൽ മജ്മൂഉൽ ലത്തീഫ്, മജ്മൂഉൽ ലത്തീഫ് പരിഭാഷ എന്ന ഒരു പുസ്തകം. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിന്റെ പ്രചാരകരായ ആളുകൾ സമൂഹത്തിലേക്ക് അറബിയിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള, അറബിയിൽ എന്ന് പറയുമ്പോൾ നിങ്ങളാരും വിചാരിക്കരുത്, പണ്ടൊക്കെ ആളുകൾ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയതൊക്കെ വലിയ വേദവാക്യമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പൊ അറബിയിലായി എന്നുള്ളത് കൊണ്ട് അത് അറബിയിലൊക്കെ അങ്ങനെ ഉണ്ടല്ലേ, എല്ലാ അന്ധവിശ്വാസവും എല്ലാ ഭാഷയിലും ഉണ്ടാവില്ലേ. അപ്പോ അത്തരത്തിലുള്ള ഒരു ക്ഷുദ്രകൃതി എന്ന് പറയാം, ആ ക്ഷുദ്രകൃതി മലയാളികൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഒരു മുസ്ലിയാർ. കണ്ടോ, അതിന്റെ പരിഭാഷയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി അവർ 27ാമത്തെ പേജിൽ ഒരു ഹെഡിങ് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ജാതക സൗഭാഗ്യം എന്നാണ് ആ പുസ്തകത്തിന്റെ ആ ഭാഗത്ത് പേജിലുള്ള ഹെഡിങ് തന്നെ, ജാതക സൗഭാഗ്യം. ഈ ജാതകം എന്നൊക്കെ പറയുന്ന സഹോദരങ്ങളെ നമ്മൾ മുസ്ലിമീങ്ങൾക്കുണ്ടോ? ഹൈന്ദവരായ ആളുകൾക്കിടയിൽ അത്തരത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്താൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ വിശ്വാസം അനുസരിച്ച് വിവാഹത്തിന് പെണ്ണ് കാണാനൊക്കെ പോയാൽ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തന്നെയും ജാതകക്കുറിപ്പ് വാങ്ങും. എന്നിട്ടൊരു ജ്യോത്സ്യനെ കൊണ്ടുപോയിട്ട് കാണിക്കും, പെണ്ണിന്റെ ജാതകവും ചെറുക്കന്റെ ജാതകവും തമ്മിൽ പൊരുത്തപ്പെടുമോന്ന്. അങ്ങനെ പൊരുത്തപ്പെടൂല എന്ന് കണ്ടാൽ ആ വിവാഹം നടക്കൂല. ജാതക പൊരുത്തം, ഇങ്ങനെ ജാതക സൗഭാഗ്യം, ഇതൊക്കെ മുസ്ലിമീങ്ങൾക്കുണ്ടോ? അതുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ഈ പുസ്തകത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ജാതക സൗഭാഗ്യം എന്ന ഹെഡിങ്ങിന്റെ താഴെ കൊടുക്കുന്നത് എന്താണ്? ജനനം നല്ല നക്ഷത്രത്തോടൊത്തു വന്നാൽ, കണ്ടോ, ജനനം നല്ല നക്ഷത്രത്തോടൊത്തു വന്നാൽ കുഞ്ഞിന് ജാതക സൗഭാഗ്യമുണ്ടാകും. നിർഭാഗ്യവാന്മാർ ചീത്ത മുഹൂർത്തങ്ങളിൽ പിറന്നു വീഴുന്നു. അപ്പൊ കണ്ടോ, ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്ന സമയത്തിന് അവന്റെ സൗഭാഗ്യ ദൗർഭാഗ്യ നിർണയത്തിന് പങ്കുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അത് അള്ളാഹ് നിശ്ചയിച്ചൊരു വിധിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ ഇസ്ലാമികവൽക്കരിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന നക്ഷത്രത്തിൽ പിറന്നുവെങ്കിൽ, ഇന്ന നക്ഷത്രം ഉദിച്ച നേരത്താണ് ഒരാളുടെ പിറവിയെങ്കിൽ അയാൾക്ക് സൗഭാഗ്യമുണ്ടാകുമെന്നോ, അതല്ലെങ്കിൽ മറ്റു ചില പ്രത്യേകമായ സമയങ്ങളിൽ പിറന്നു വീണാൽ അവൻ ദൗർഭാഗ്യവാനായി തീരുമെന്നോ അള്ളാഹു നിശ്ചയിച്ച വിധിയാണിത് എന്നാണ് ഇതിൽ അവകാശപ്പെടുന്നത്. എവിടെയാണ് അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചത്? എവിടെയാണ് അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ മേൽ പോലും കള്ളം പറയുക. അള്ളാഹു അങ്ങനെ നക്ഷത്രങ്ങളെ നമ്മുടെ അള്ളാഹു ആകാശലോകത്ത് നക്ഷത്രങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത്, ഗ്രഹങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത്, രാശിമണ്ഡലങ്ങൾ അവൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്, ബുറൂജുകളെ അവൻ നിശ്ചയിച്ചിട്ടുള്ളത്, അവന് അവൻ്റെതായ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിലൊന്നും അവൻ മനുഷ്യരുടെ സൗഭാഗ്യ ദൗർഭാഗ്യ മാനദണ്ഡങ്ങളായിക്കൊണ്ട് അവയെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യത്തിന്റെയും ദൗർഭാഗ്യത്തിന്റെയും ഒക്കെ കാരണങ്ങളാക്കിയിട്ട് ഇന്ന നക്ഷത്രങ്ങളെയൊക്കെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് എവിടെയാണ് പഠിപ്പിച്ചത്? എവിടെയാണ് അതിന് പ്രമാണമുള്ളത്? കാണാൻ സാധിക്കില്ല. അപ്പോ മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ ഇതിലേക്ക് അരിച്ചരിച്ച് വന്നിരിക്കുകയാണ്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, 28 നാളുകളുടെ പേർ ഇതിൽ ഈ മുസ്ലിയാർ നൽകിയിട്ടുണ്ട്. 28 നാളുകൾ. ആ നാളും നട്ടവും നോക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പലപ്പോഴും അതൊക്കെ എടുത്തുപോയി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവയ്ക്കൊക്കെ ഇന്നത്തെ ആധുനികമായ മുഖം കൈവന്നിരിക്കുകയാണ്. പണ്ടൊക്കെ ഒരാൾ ജനിച്ച ദിവസം എഴുതി വെക്കുമ്പോൾ ഏതാണ് നാള് എന്ന് നോക്കും, നാളും നട്ടവും നോക്കുക, ഏത് നാളിലാണ് ഈ കുട്ടി ജനിച്ചു വീണത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, നമ്മുടെ നാട്ടിൽ
കുറെ നാളുകളുടെ പേരെണ്ണാറുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി. നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിലൊക്കെ ഒരുപാട് ഇതൊക്കെ നാളുകളാ. ഇതൊക്കെ നോക്കുകയാണ് ആളുകള്. എൻ്റെ മോൻ, എൻ്റെ മോള് ഈ നാളിൽ ഏത് നാളിലാ ജനിച്ചത്. ഇനി ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഇപ്പൊ അശ്വതി നാളിൽ ഇതിനൊക്കെ ഇസ്ലാമികവൽക്കരണം കൊടുക്കുകയാണ്. അതിന് പേര് നൽകിയത് ഷർത്തീൻ, അത് അശ്വതി. അതിനൊരു പ്രത്യേക പേരും ഇതിന്റെ മലക്ക് ഇസ്രാഫീലാണ് എന്ന് പറഞ്ഞാൽ ഈ നാളിന്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്കാരാണ് ഇസ്രാഫീലാണ്. എല്ലാം കളവ് ഇസ്ലാമിന്റെ പേരിൽ പറയാ. എന്നിട്ട് എഴുതുന്നത് നോക്കൂ, ഈ നാളിൽ ജനിച്ച കുഞ്ഞ് ജനങ്ങൾക്ക് പ്രിയങ്കരനും യോഗ്യനും ബുദ്ധിമാനും സമർത്ഥനും സുന്ദരനും ആകർഷണീയനും ബഹുമാന്യനും ആദരണീയനുമായി തീരും, ആണും പെണ്ണും സമം. എന്താ സഹോദരങ്ങളെ കേൾക്കുന്നത്? എന്തൊക്കെ വിശേഷണങ്ങളാപ്പോ അശ്വതി നാളിൽ ജനിച്ച കുട്ടിക്ക്. ഇനി ഭരണി നാളിൽ ജനിച്ചാൽ അങ്ങനെയുണ്ട്, കാർത്തിക ഒക്കെ നല്ല നാളുകളായിട്ടാ പറയുന്നത്. രോഹിണി, അതേ അവസരത്തിൽ മകീരം നാളിൽ ജനിച്ച കുഞ്ഞ് ആണാവട്ടെ പെണ്ണാവട്ടെ ദുഷ്ടനും അനാവശ്യങ്ങളിൽ മുഴുകുന്നവനും ചീത്ത കാര്യങ്ങളിൽ ബഹുസമർത്ഥനും ഭീരുവുമായിരിക്കും. അയാൾ ധനികനും സുഖിയനും കാമം കൂടിയവനുമായിരിക്കും. നോക്കൂ നിങ്ങൾ, മകീരം നാളിലാണ് ജനിച്ചതെങ്കിൽ കണ്ടോ, ഒരാൾ ഏത് നാളിൽ ഏത് രാശിയിൽ ഏത് നാഴിക സമയത്താണ് ജനിച്ചത് എന്ന് നോക്കിയിട്ട് അയാളുടെ ഭാഗ്യ നിർഭാഗ്യ സൗഭാഗ്യ ദൗർഭാഗ്യ അതുപോലെ തന്നെ സൽസ്വഭാവ ദുസ്വഭാവ മാനദണ്ഡമാക്കി പറയുകയാണ്. എന്നിട്ട് അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ പറയുകയും ചെയ്യാം. തിരുവാതിരയിൽ ജനിച്ച കുഞ്ഞ് ദുഷ്ടനും താൻ തോന്നിയും കാമം വർദ്ധിച്ചവനും മൃഗീയ സ്വഭാവിയും. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ മറ്റേതോ ഒരു മതത്തിന്റെ പുസ്തകമാണോ വായിക്കുന്നത്. ഇസ്ലാമിന്റെ പേരിൽ എഴുതിയിട്ടുള്ള ഇതൊന്നും മുജാഹിദുകൾ അംഗീകരിക്കൂല. അവരിതൊക്കെ അന്ധവിശ്വാസാന്ന് പറഞ്ഞ് തള്ളിക്കളയുമെന്ന് ആമുഖത്തിൽ പ്രത്യേകം ഇയാൾ പറയുന്നുണ്ട് ഈ മുസ്ലിയാര്. എന്നാൽ ഇതൊക്കെ അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് വലിയ രൂപത്തിലുള്ള കാര്യങ്ങളായിട്ടാ പറയുന്നത്. തിരുവാതിരയിൽ ജനിച്ച കുഞ്ഞ് ദുഷ്ടനും താൻ തോന്നിയും കാമം വർദ്ധിച്ചവനും മൃഗീയ സ്വഭാവിയും ചാരിത്രശുദ്ധിയില്ലാത്തവനുമായി തീരും, ആണും പെണ്ണും സമം. ആ നാളിൽ ആണ് ജനിച്ചാലും പെണ്ണ് ജനിച്ചാലും ഒക്കെ ഈ സ്വഭാവമായിരിക്കുന്നു. നോക്കി നിങ്ങൾ. ഇനി വേറൊന്ന് പറയാൻ, പുണർദത്തിൽ പിറന്നാൽ സൽസ്വഭാവിയും സുഖിയനും മതഭക്തനും ദാഹം കൂടിയവനും സന്തുഷ്ടനും നല്ലവനുമായി തീരും, പക്ഷേ ക്രൂരത കൂടും, ആണും പെണ്ണും സമം. ഇങ്ങനെ ഓരോ നാളിത് പറയുന്നുണ്ട് സഹോദരങ്ങളെ. എന്നാലോ മകം പിറന്ന മങ്ക സൗഭാഗ്യവതിയാണെന്നാണ്. മകം പിറന്ന മങ്ക അത് വലിയ ഭയങ്കര ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട നാളാണത്. അതിൽ പെൺകുട്ടികൾ പറഞ്ഞാൽ പിന്നെ പറയാനില്ല, കെങ്കേമമായിരിക്കും അവളുടെ സ്വഭാവം, നല്ല ആരോഗ്യമുള്ള പെണ്ണായിരിക്കും. അതുപോലെ പൂരം പിറന്ന പുരുഷൻ കേട്ടോ, പൂരം നാളിൽ പിറന്ന പുരുഷൻ മഹാഭാഗ്യവാൻ. ഈ രൂപത്തിലൊക്കെ നോക്കൂ നിങ്ങൾ. ഇങ്ങനെ മറ്റുള്ളവർ വിശ്വസിച്ചോട്ടെ, അത് അവരുടെ വിശ്വാസമാണ്. എന്നാൽ ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലേക്ക് ഇതിങ്ങോട്ട് കടത്തിക്കൊണ്ടുവരാണ്. എന്നിട്ട് ഇതൊക്കെ അള്ളാഹ് നിശ്ചയിച്ചതാണ്. നോക്കണം നിങ്ങൾ, ഖൈറും ഷർറും അള്ളാഹ് നിശ്ചയിച്ചതാണ്. അതിന് ഈ നാളും നട്ടവും ഈ രൂപത്തിലുള്ള നക്ഷത്രവും ഇതൊക്കെ ഇങ്ങനെ നിങ്ങളുടെ സൗഭാഗ്യ ദൗർഭാഗ്യത്തിന് ഒക്കെ കാരണമാണെന്ന് നിശ്ചയിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത്? സഹോദരങ്ങളെ, അപ്പൊ ഈ രൂപത്തിലുള്ള മുഹൂർത്തം നിശ്ചയിക്കലും രാശി നോക്കലും അതുപോലെ തന്നെ ഓരോ ദിവസങ്ങളിൽ ചില പ്രത്യേക സമയമുണ്ട്. ആ സമയത്തൊക്കെ ജനിച്ചാല് വരാൻ പോകുന്ന ആപത്ത് അതുപോലെ തന്നെ സൗഭാഗ്യം ഓരോ ദിവസത്തിനും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞായർ രാത്രി ജനിച്ചാല് ഞായർ പകല്, അതൊക്കെ ഓരോ മണിക്കൂറുകൾക്കും പ്രത്യേകത. മുഹൂർത്തങ്ങൾ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധൻ, വ്യാഴം, വെള്ളി, ഇങ്ങനെ പോയാൽ സഹോദരങ്ങളെ, ഞാനിത് അല്പം നീട്ടി പറയുന്നത് എന്തിനാണെന്നറിയോ? ഈ സമൂഹത്തിന്റെ അധോഗതിയും ഈ സമൂഹം
വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി അള്ളാഹു ഇറക്കിയിട്ടുണ്ടോ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്തേക്ക് അള്ളാഹു അയച്ചത് മനുഷ്യരെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി സത്യവിശ്വാസത്തിന്റെയും സദാചാരത്തിന്റെയും മേഖലകളിലേക്ക്, അഥവാ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാനാണ്. എന്നിട്ടോ ഈ ഉമ്മത്തിന്റെ മെമ്പർമാരാണ് ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അന്യ സമുദായങ്ങളുടെ വിശ്വാസങ്ങളെ ഇസ്ലാമിന്റെ പേരിൽ തന്നെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെന്തുമാത്രം അപകടമാണ്, ഇതെന്തുമാത്രം അബദ്ധമാണ്. ഇക്കൂട്ടരാണ് ഓരോ മാസങ്ങളുടെ ഓരോ ദിവസങ്ങൾക്കും പ്രത്യേകം നഹ്സുകളും നിശ്ചയിച്ചത്. ഒക്കെ ഇതേപോലെ നക്ഷത്രങ്ങളെ മാനദണ്ഡമാക്കിക്കൊണ്ടും രാശിമണ്ഡലങ്ങളെ മാനദണ്ഡമാക്കിക്കൊണ്ടുമൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അല്പം ഓർമ്മപ്പെടുത്തേണ്ടി വന്നത്. സഹോദരങ്ങളെ, ഇതിനു വേണ്ടിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് നക്ഷത്രങ്ങളെയും അതുപോലെ തന്നെ നക്ഷത്ര കൂട്ടങ്ങളെയും ഒക്കെ അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഗാലക്സികളും അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളൊക്കെ റബ്ബ് ഏർപ്പെടുത്തി തന്നത് മനുഷ്യന്റെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്കുള്ള മാനദണ്ഡമായിട്ടൊന്നുമല്ല. അവന് ചില പ്രത്യേകമായ ഹിക്മത്തുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് അള്ളാഹു അവന്റെ റസൂലിലൂടെ അറിയിച്ച് തന്നത് നമുക്കറിയാം. അറിയിച്ച് തരാത്തതിനെ സംബന്ധിച്ച് തികച്ചും അതിനെ സംബന്ധിച്ച് നമുക്ക് അറിവില്ലാത്ത ഒരു ലോകം, നമ്മളത് അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇതിലൂടെയൊക്കെ റഹ്മാനായ റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനേകം അനുഗ്രഹങ്ങൾ. അപ്പൊ ഈ രൂപത്തിൽ ആകാശങ്ങളിൽ ഗ്രഹമണ്ഡലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവൻ നന്മയേറിയവനാകുന്നു. തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജാ. ആകാശത്തിൽ ഗ്രഹമണ്ഡലങ്ങൾ, രാശിമണ്ഡലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവൻ നന്മയേറിയവനാകുന്നു. തീർന്നില്ല, ഇനി ആയത്തിൽ പറയുന്ന വിഷയം എന്താണ്? വജഅല ഫീഹാ സിറാജാ വഖമറൻ മുനീറാ. വജഅല ഫീഹാ, അതിൽ അവൻ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. സിറാജൻ, ഒരു വിളക്ക്. അല്ലാഹു തആല ആകാശത്തിൽ അവൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്താ ഏർപ്പെടുത്തിയിരിക്കുന്നത്? വിളക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ പ്രയോഗം തന്നെ സഹോദരങ്ങളെ എത്രത്തോളം വളരെ സൂക്ഷ്മമാണെന്ന് നമ്മൾ ആലോചിക്കുക. സൂര്യനെയും ചന്ദ്രനെയും പറഞ്ഞപ്പോ ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞ പ്രയോഗ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വജഅല ഫീഹാ, ആ ആകാശത്ത് അവൻ ഉണ്ടാക്കിയിരിക്കുന്നു. സിറാജൻ, സിറാജ് എന്ന് പറഞ്ഞ ദീപം, വിളക്ക്. വലിയ വിളക്കിനാണ് സിറാജ് എന്ന് പറയാ. എന്താണ് ഈ സിറാജ് കൊണ്ട് ഉദ്ദേശം? ഈ ദീപം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? സൂര്യനാണ്. സൂര്യനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ സിറാജ് എന്ന് പറഞ്ഞത്. അതേ അവസരത്തിൽ ചന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോഴോ ആ ചന്ദ്രൻ വെളിച്ചം നൽകുന്നു എന്നേ പറഞ്ഞുള്ളൂ. വെളിച്ചത്തിന്റെ സ്രോതസ് വാസ്തവത്തിൽ ചന്ദ്രനല്ല, സൂര്യനാണ് വിളക്ക്. സൂര്യനാണ് സ്വയം അത് കത്തിജ്വലിക്കുകയും അത്യുഷ്ണം കൊണ്ട് തിളച്ചുമറിയുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും പ്രകാശത്തിന്റെ സ്രോതസ് വാസ്തവത്തിൽ ഏതാണ്? സൂര്യനാണ്. ആ സൂര്യനാണ് അതിന്റെ ഉപഗ്രഹമായ ഭൂമിക്കും അതുപോലെ തന്നെ ചന്ദ്രനുമൊക്കെ വെളിച്ചം നൽകുന്നത്. സ്വയം പ്രകാശിക്കുന്നത് വാസ്തവത്തിൽ സൂര്യനാണ്. അതുകൊണ്ടാണ് സൂര്യനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഖുർആൻ എന്താ പറയുന്നത്? സിറാജ്, ളിയാ എന്നൊക്കെയാണ് പറയുന്നത്. ഏറ്റവും നല്ല പ്രകാശം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതേ അവസരത്തിൽ സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന് ഭൂമിയിലേക്കും അതുപോലെ തന്നെ സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്ക് വരുന്ന പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ട്, അഥവാ അതിന്റെ പ്രതിഫലനമാണ് ഭൂമിയിലേക്ക് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിലാവെളിച്ചം. ചന്ദ്രൻ സ്വയം അത് പ്രകാശിക്കുന്നില്ല. ചന്ദ്രൻ സ്വയം അത് പ്രകാശിക്കുകയല്ല ചെയ്യുന്നത്. പ്രകാശത്തിന്റെ സ്രോതസ് ചന്ദ്രനല്ല, സൂര്യനാണ് പ്രകാശത്തിന്റെ സ്രോതസ്. ആ സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്ക് വരുന്ന ആ പ്രകാശത്തിന്റെ പ്രതിഫലനമാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെളിച്ചം, നിലാവെളിച്ചം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഒന്ന് സ്വയം പ്രകാശിക്കുന്നതും മറ്റൊന്ന് സ്രോതസ്സിൽ നിന്ന് പ്രകാശത്തെ സ്വീകരിച്ച് മറ്റുള്ളവരിലേക്ക് അതിന്റെ പ്രതിഫലനം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന
പ്രതിഭാസമാണ്. അതുകൊണ്ട് രണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴും രണ്ടായിട്ടാ പറയുന്നത്. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. വജഅല ഫീഹാ സിറാജൻ, അതിൽ ഒരു വിളക്ക് അവൻ നിശ്ചയിച്ചു, ഒരു ദീപം അവൻ ഉണ്ടാക്കുകയും ചെയ്തു. സൂര്യനാണ് ഉദ്ദേശം. വഖമറം മുനീറ, ചന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോഴോ വഖമറം മുനീറ, പ്രകാശം നൽകുന്ന, വെളിച്ചം നൽകുന്ന ഒരു ചന്ദ്രനും അവൻ ഉണ്ടാക്കിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഇവിടെയൊക്കെ പരാമർശം വളരെ സൂക്ഷ്മമായിട്ടാണ് നടത്തിയിട്ടുള്ളത്. കാരണം പരിശുദ്ധ ഖുർആനിൽ ശാസ്ത്രീയതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടോ എന്ന് തേടി നടക്കുന്ന യുക്തിവാദികൾ, അതുപോലെയുള്ള പല ആളുകളും ശുദ്ധ ഖുർആനിനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അതിൻ്റെ വചനങ്ങൾ എടുത്തുകൊണ്ട് പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ അവർ ചിന്തിക്കേണ്ടുന്ന ഒരു പരമപ്രധാനമായ കാര്യമാണ്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ കൃത്യമായി, സ്പഷ്ടമായി, സൂക്ഷ്മമായി പദപ്രയോഗത്തിൽ പോലും ആ കൃത്യത നമുക്ക് വ്യക്തമാണ്. സുബ്ഹാനല്ലാഹ്, അത് അല്ലാഹുവിന്റെ കലാം, ആ കലാമാണ്. നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും പറഞ്ഞിടത്തുള്ള പരാമർശം ദൈവം മഹാദീപങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. ദൈവം മഹാദീപങ്ങൾ, വലിയ 2 വിളക്കുകൾ സൃഷ്ടിച്ചു എന്നാ പറയുന്നത്. പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. കണ്ടോ? അപ്പൊ രണ്ടിനെയും വലിയ ദീപങ്ങളായിട്ടാണ്, രണ്ടും വലിയ വിളക്കുകളും ദീപങ്ങളുമായിട്ടാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനോ രണ്ടിനെ കുറിച്ചും പറഞ്ഞപ്പോ അതിസൂക്ഷ്മമായി, കൃത്യമായി പറഞ്ഞു. രണ്ടും ഒരേപോലെ അല്ല പറഞ്ഞത്, 2 മഹാദീപങ്ങൾ എന്നല്ല പറഞ്ഞത്. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂഹിലെ 16-ാമത്തെ ആയത്ത്, ഈ സൂക്തത്തിന് പുറമെ ഈ സൂക്തത്തിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു സൂര്യനെ കുറിച്ച് സിറാജ് എന്നും ചന്ദ്രനെ കുറിച്ച് ഖമറം മുനീറ എന്നുമാണ് പറഞ്ഞത്. സൂറത്തു നൂഹിലെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വജഅലൽ ഖമറ ഫീഹിന്ന നൂറാ വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅലശ് ശംസ സിറാജാ. കണ്ടോ? അവിടെയും അല്ലാഹു പറയുന്നത് എങ്ങനെയാണ്? ആ ആകാശങ്ങളിൽ അവൻ ചന്ദ്രനെ ഉണ്ടാക്കി, നൂറൻ, ഒരു പ്രകാശമായി കൊണ്ട്. എന്നാൽ വജഅല ശംസ, സൂര്യനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോ എന്തെന്നാ പറഞ്ഞത്? സിറാജൻ, ദീപമായി കൊണ്ട് എന്നാണ്. ഒരു ദീപമായി സൂര്യനെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ളിയാ എന്നാണ് സൂറത്ത് യൂനുസിൽ 5-ാമത്തെ ആയത്തിൽ പറയുന്നത്. അവിടെയും സ്പെഷ്യൽ പ്രയോഗമാണ്. ഹുവല്ലദീ ജഅല ശംസ ളിയാഅ ഹുവല്ലദീ ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറാ. ഹുവല്ലദീ, അവൻ ആരാണ്? അല്ലദീ ജഅല ശംസ, സൂര്യനെ അവൻ ളിയാ എന്ന് പറഞ്ഞാൽ നല്ല തിളക്കമാർന്ന ശോഭയുള്ളതാക്കി, ആ നിലക്ക് വിളക്കാക്കി. വൽ ഖമറ നൂറ, ചന്ദ്രനെ പ്രകാശവുമാക്കി. പ്രകാശം നൽകുന്നത് മുനീർ എന്ന് പറഞ്ഞല്ലോ. അപ്പോ സൂര്യനാണ് പ്രകാശത്തിന്റെ സ്രോതസ്. നമുക്കെല്ലാവർക്കും ഇന്നിപ്പോ ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞ, അതുപോലെ തന്നെ കൃത്യമായി തന്നെ എല്ലാവരും ഇന്ന് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ത്? സൂര്യനാണ് പ്രകാശത്തിന്റെ സ്രോതസ്. എന്നാൽ ചന്ദ്രനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് സൂര്യനിൽ നിർമ്മിക്കപ്പെടുന്ന പ്രകാശാണ്. ചന്ദ്രനിൽ നിർമ്മിക്കപ്പെടുന്ന പ്രകാശമല്ല നമുക്ക് കിട്ടുന്നത്. മറിച്ച് ചന്ദ്രനിൽ നമുക്ക് ലഭിക്കുന്ന പ്രകാശം എവിടുന്ന് കിട്ടിയതാ? അത് സൂര്യനിൽ നിന്ന് ലഭിക്കുന്നതാണ്. സ്വയം പ്രകാശിക്കാത്ത ഗ്രഹമാണ് ഏത്? ചന്ദ്രൻ. സൂര്യപ്രകാശം അതിലേക്ക് വരുന്നത് കൊണ്ടാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത്? വെളിച്ചം കിട്ടുന്നത്. അത് ഇന്ന് നമുക്കത് അറിയാൻ കഴിയുന്നുണ്ട്. ഇന്നത് ശാസ്ത്രം അത് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ പുതുമ എന്താ? പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെടുന്ന കാലത്തുള്ള മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഒരു അറിവുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ടോ? ഖുർആൻ ഇറങ്ങുന്ന ആ കാലഘട്ടത്തിൽ സൂര്യനാണ് സ്വയം പ്രകാശിക്കുന്നതെന്നും പ്രകാശത്തിന്റെ സ്രോതസ് സൂര്യനാണെന്നും ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല, അതിലേക്ക് സൂര്യന്റെ പ്രകാശം ലഭിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് പ്രതിഫലിപ്പിക്കുന്നതാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിലാവെളിച്ചമെന്ന് ആ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിലെ മനുഷ്യർക്ക് അറിയാമായിരുന്നോ? ഇല്ല. പിന്നെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞു? അതാ പറഞ്ഞത് തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്.
ഇത് റഹ്മാനായ ഹക്കീമും ഹമീദുമായ അല്ലാഹുവിങ്കൽ നിന്ന് തികച്ചും ദൈവീകമാണ്. വാദപ്രതിവാദങ്ങളിലും സംവാദങ്ങളിലൊക്കെ പല ആളുകളും ഇസ്ലാമിനെ തെറി പറയുന്ന ആളുകൾ, കുറ്റപ്പെടുത്തുന്ന ആളുകൾ പലപ്പോഴും ചോദിക്കാറില്ലേ, പറയാറുണ്ടല്ലോ, നാടോടികളായ അന്നത്തെ കാലഘട്ടത്തിലെ നാടോടികളായ അറബികൾക്കറിയാത്ത എന്തൊരു പുതിയ കാര്യമാണ് പരിശുദ്ധ ഖുർആനിൽ ഉള്ളത് എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ ഇതും ഒരു ചോദ്യചിഹ്നമാണ്. എന്ത്, ഇങ്ങനെ ഈ നിലക്കുള്ളൊരു വ്യത്യാസം അന്നുള്ള ജനങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതിന് തെളിവെവിടെ? കഴിയില്ല. അപ്പൊ സഹോദരങ്ങളെ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ ഇത് റബ്ബിന്റെ കലാമാണ് എന്നുള്ളതിന്. അപ്പൊ ഈ പ്രയോഗത്തിൽ പോലും വളരെ കൃത്യമായ സൂക്ഷ്മമായ പരാമർശമാണ് സൂര്യനെ കുറിച്ച് പറഞ്ഞിടത്തും ചന്ദ്രനെ കുറിച്ച് പറഞ്ഞിടത്തും വ്യത്യസ്തമായ പരാമർശങ്ങളിൽ അടങ്ങിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇത് റഹ്മാനായ റബ്ബിങ്കൽ നിന്നുള്ളതാണ്. ഇത് മനുഷ്യവചനമല്ല. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് എഴുതിയതല്ല, ആരിൽ നിന്നെങ്കിലും കേട്ടുപഠിച്ചതല്ല. അള്ളാഹു അവൻ അവതരിപ്പിച്ചു കൊടുത്തതാണ് 100%. അതാണ് സത്യം. ഇനി സഹോദരങ്ങളെ, അടുത്ത വചനം അല്ലാഹു തആല വീണ്ടും പറയുന്നത് എന്താ? വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫ വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. വഹുവ, അവൻ ആരാണ്? അല്ലാഹു ആരാണ്? അല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫ. വഹുവ അല്ലാഹു അല്ലദീ, എങ്ങനെയുള്ളവനാണ്? ജഅലൽ ലൈല വന്നഹാറ, ജഅല അവൻ ഉണ്ടാക്കിയവനാണ്. ഏത് അർത്ഥത്തിൽ? ഏതിനെ? അൽ ലൈല വന്നഹാറ, രാവിനെയും പകലിനെയും അവൻ ഉണ്ടാക്കി. ഖിൽഫത്തൻ, അവനാക്കി. അങ്ങനെ മാറി വരുന്ന നിലക്ക്. കേട്ടോ, രാവും പകലും. ഖിൽഫത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മാറി വരുന്നത്. ഖിൽഫ, മാറി വരുന്നത്. അങ്ങനെ അവൻ ആക്കിയത് എന്തിനാ അവൻ അങ്ങനെ ചെയ്തത്? ലിമൻ അറാദ അൻ യദ്ദക്കറ, ലിമൻ അറാദ, ഉദ്ദേശിക്കുന്നവന് വേണ്ടി. അറാദ, ഉദ്ദേശിച്ചു. എന്തിന്? അൻ യദ്ദക്കറ, ഉറ്റാലോചിക്കുവാൻ, നന്നായി ചിന്തിക്കുവാൻ ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. ഔ അല്ലെങ്കിൽ അറാദ ശുകൂറ, നന്ദി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവനും. അപ്പൊ ജനങ്ങൾക്ക് നന്നായി ആലോചിച്ചു നോക്കുവാൻ ഉദ്ദേശിക്കുകയോ അല്ലെങ്കിൽ നന്ദി ചെയ്യുവാൻ ഉദ്ദേശിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി രാവിനെയും പകലിനെയും മാറി വന്നുകൊണ്ടിരിക്കുന്ന വിധത്തിൽ അവൻ നിശ്ചയിച്ചു. ഇവിടെ എന്നൊന്നും രാവല്ല, എന്നൊന്നും പകലുമല്ല, ഇതിങ്ങനെ മാറി വരികയാണ്. ഇത് മാറി വരാനും കാരണം മാനദണ്ഡം എന്താണ്? സൂര്യനാണ്, അല്ലേ? സൂര്യന്റെ ഉദയത്തിനും അസ്തമനത്തിനും അനുസരിച്ച് രാവും പകലും മാറി വരുന്നു. അങ്ങനെ രാപ്പകലുകൾ മാറി വരുന്നതിലും ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി വരുന്നതിലുമൊക്കെ ബുദ്ധിയുള്ളവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താ? അങ്ങനെ രാവും പകലും മാറി വന്നതിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അതിൽ തെളിവുകളുണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഉണ്ടല്ലോ, അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു നിശ്ചയിച്ചു തന്നതിന് എന്തിനാ? ഇപ്പൊ രാവുകളിൽ നമുക്ക് വന്ന വീഴ്ചകൾ നമുക്ക് പകൽ സമയത്ത് പരിഹരിക്കാം, അല്ലേ? പകലുകളിൽ ചെയ്യേണ്ട പല പ്രവർത്തനങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ രാവുകളിൽ വീണ്ടെടുക്കാം. മനുഷ്യരുടെ ജീവിതത്തിൽ രാത്രികളിൽ സംഭവിച്ചിട്ടുള്ള പോരായ്മകൾ പകലുകളിൽ അവന് ആലോചിക്കാം, തൗബ ചെയ്യാം. പകലുകളിൽ സംഭവിച്ചു പോയിട്ടുള്ള അപാകതകൾ ഓർത്തുകൊണ്ട് രാവുകളിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കേണ്ടവർക്ക് പശ്ചാത്തപിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടില്ലേ? ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ. കണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരം നിവർത്തി വെച്ചിരിക്കുകയാണ് രാത്രിയിൽ. അതാ എന്തിനു വേണ്ടി അവന്റെ കരം നിവർത്തി വെച്ചിരിക്കുന്നു? ലിയതൂബ മുസീഉൻ നഹാർ, പകലുകളിൽ പാപം ചെയ്തിട്ടുള്ള മനുഷ്യന്മാര് തൗബ ചെയ്തോട്ടെ, തൗബ സ്വീകരിക്കുവാൻ. അതുപോലെ തന്നെ പകലുകളിൽ അവന്റെ കരം നിവർത്തി വച്ചിരിക്കുകയാണ് രാവുകളിൽ തെറ്റുകൾ ചെയ്തിട്ടുള്ളവർ പശ്ചാത്തപിക്കാൻ വേണ്ടി. ആലോചിച്ചു നോക്കൂ, ഇവിടെയൊക്കെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ?
രാവും പകലുമൊക്കെ ഇത്തരത്തിൽ മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട്. അവർക്ക് ആ ചിന്ത അവരെ എവിടേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുമെന്നാണ് സൂറത്ത് ആലി ഇമ്രാനിലൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അവർ അള്ളാഹുവിനെ നിന്നും ഇരുന്നും കിടന്നുമൊക്കെ അവർ ധാരാളമായി ഓർക്കുമ്പോൾ അവരുടെ മനസ്സുകളിൽ ഒരു ചിന്ത വരും, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല അല്ലാഹ്, ഞങ്ങളിൽ പോരായ്മയുണ്ട്, നീ പുറത്തു തരണേ അല്ലാഹ്, അള്ളാഹുവെ ഞങ്ങളെ നീ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്നവർ പ്രാർത്ഥിക്കും. എപ്പോ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും രാവും പകലും മാറി മാറി വരുന്നതൊക്കെ ചിന്തിക്കുന്നവര് ഒരുപാട് കുറ്റബോധത്തോടെ റബ്ബിനോട് പ്രാർത്ഥിക്കുമെന്ന്. നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ധാരാളം ധാരാളം അവസരങ്ങൾ രാവും പകലിന്റെയും മാറി മാറി വരവിലൂടെ അല്ലാഹു തആല ചെയ്തു തരുന്നുണ്ട്, സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ രാവ് ഏറെയാണ്, പകൽ കൂടുതലാണ്, അങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ, അവർ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി റബ്ബിനോട് ധാരാളമായി കൊണ്ടവർ ഖേദിച്ചു മടങ്ങുവാനൊക്കെ ഇത്തരത്തിലുള്ള അവസരങ്ങൾ അവർ ശരിക്കും ഉപയോഗപ്പെടുത്തും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ആത്മവിചാരണക്ക് അവരെ ഇതൊക്കെ പ്രേരിപ്പിക്കും. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹു തആല ഇവിടെ പറഞ്ഞത് രാവും പകലുമൊക്കെ മാറി മാറി വരുന്ന നിലക്ക് അള്ളാഹു നിശ്ചയിച്ചത് എന്തിനാണ്? ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ, നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നന്ദി കാണിക്കാൻ, അതിനൊക്കെയുള്ള അവസരങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിത്യ അനുഗ്രഹം എന്ന നിലക്കാണ് നമുക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക്, ചിന്തിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾക്ക് ഇപ്പൊ രാവും പകലും മാറി മാറി വരുന്നതോ മറ്റു കാര്യങ്ങളോ ഒന്നും അവന്റെ കണ്ണിൽ അതൊന്നും ഒരു ചിന്തക്ക് വിഷയമേ ആവുകയില്ല. നന്ദി കെട്ടവരായ ആളുകൾ അതൊന്നും ആലോചിക്കില്ല. അവരിൽ ഇതൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ രാത്രി അങ്ങനെ അർമാദിച്ച് ഉറങ്ങാനും പകല് അവർക്ക് തോന്നിയതുപോലെ അവരുടെ ഇഷ്ടം പോലെ ദേഹേച്ഛകൾക്ക് പിൻപറ്റിയിട്ട് കളിയിലും ചിരിയിലും തമാശയിലും കോമഡിയിലും തിന്മകളിലും ഒക്കെ മുഴുകാനുള്ള ഒരു ജീവിതമായിട്ടാണ് അവര് രാവും പകലിനെയൊക്കെ കാണുന്നത്. അതേ അവസരത്തിൽ വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ വീണ്ടും വിചാരമുണ്ടാകും, അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ചിന്തയുണ്ടാകും. അതിനനുസരിച്ച് അവർ അവരുടെ രാപ്പകലുകളെ കൃത്യമായ റബ്ബിലേക്ക് അടുക്കാൻ അവർ ഉപയോഗപ്പെടുത്തും. അതിനൊക്കെയാണ് അവർ ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഈ രൂപത്തിലാണ് രാവിനെയും പകലിനെയും ഒക്കെ നമ്മൾ കാണേണ്ടത്. രാവും പകലും എന്ന് പറയുന്നത് നമ്മുടെ ആയുഷ്കാലമാണ്. ഒരു ദിവസത്തിലെ 24 മണിക്കൂർ രാവും പകലും മാറിയാണ് പോകുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്നുള്ള ഒരു ഏടാണ് ചീന്തി എറിയപ്പെടുന്നത്. ആയുസ് എന്ന് പറയുന്നത് ഇന്നുള്ളത് ഇന്നുണ്ട്, അടുത്ത സെക്കൻഡ് നമ്മുടെ കൈകളിലില്ല. ഇന്ന് സമ്പാദിച്ചത് ഇന്ന് നമുക്കുണ്ട്, അടുത്ത സെക്കൻഡിൽ സമ്പാദിക്കാനും പ്രവർത്തിക്കാനും അമല് ചെയ്യാനും നാം ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെ ശരിക്കും ഉപയോഗപ്പെടുത്തണം എന്നാണ് അള്ളാഹു ഇതിലൂടെ നമുക്ക് ശുക്ർ ചെയ്യണം, ചിന്തിക്കാൻ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെയാണ് ഈ വചനങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം. ആ അർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ആയുസ്സുകളൊന്നും പാഴാക്കാതെ ഉപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ രാപ്പകലുകളെ ധന്യമാക്കണം, അവയെ ഉപയോഗപ്പെടുത്തണം, ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത് എന്ന് എൻ്റെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ കവാടങ്ങൾ തുറന്നു നൽകപ്പെടുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ, നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.